ബിജു, ഇപ്പോൾ അരിക്കൊമ്പന്റെ കാര്യത്തിലാണെങ്കിലും എവിടെയാണ് ആനയെ തുറന്നു വിടേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തർക്കങ്ങൾ, വലിയ വാദങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ കണ്ടു നമ്മൾ. എന്താണ് PM2വിനെ കാത്തിരിക്കുന്നത്? ഒരുപക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അരിക്കൊമ്പനെ ആദ്യം പറമ്പിക്കുളത്ത് തുറന്നുവിടാൻ ഒരുങ്ങി, അവിടെ ശക്തമായ പ്രതീക്ഷ ഉണ്ടായി. പിന്നീടാണ് പെരിയാറിലേക്ക് പോയത്. പക്ഷേ അരിക്കൊമ്പൻ മിഷൻ എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ സ്റ്റോറിയാണ്. കാരണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ കമ്പത്തിറങ്ങി ഓടി, അവിടുന്ന് അവർ പിടിച്ച് മേഘമല എന്ന് ഇപ്പോൾ കളക്കാട് മുണ്ടന്തുറയിലാണ് ഉള്ളത്. പക്ഷേ ഒരു ആനയുടെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടാനുള്ള ഒരു ശക്തമായ ശ്രമം നടന്നു. കേരളം തുടങ്ങി, അത് തമിഴ്നാട് വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ റിവാൾഡോയെ പോലെ ഒരു സക്സസ്ഫുള്ളായ ഒരു റീലൊക്കേഷനാണ് നേരത്തെ വാൽപ്പാറയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. തമിഴ്നാട്ടിൽ ഇറങ്ങി ടൗണിലൊക്കെ കടന്ന് ആനയെ പിടിച്ച് വാൽപ്പാറ റേഡിയോ കോളർ ഇട്ട് നിരീക്ഷിച്ചു. അത് പിന്നീട് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തി, അതും വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ബദൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ ഒരു ആനയെ പിടിച്ച് അത് സംശയകരമായ സാഹചര്യത്തിൽ ഒരാളെ അടിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് തെളിയിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വിദഗ്ധ സമിതി പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ആനയെ ഇങ്ങനെ കൂട്ടിലിട്ടുകൊണ്ട് അത് സാധ്യമല്ല. കാരണം ഇപ്പോൾ 1 വർഷമാകാറാകുന്നു. 1 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. ആ കാലയളവ് വളരെ കടന്നുപോയി എന്നാണ് ഹൈക്കോടതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അതിൻ്റെ ഒരു വിശാലമായ ഏതെങ്കിലും വനമേഖലയിൽ തുറന്നു വിടുക, അതിനുശേഷം പോസ്റ്റ് റിലീസ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് റിലീസ് ചെയ്തതിന് ശേഷം വളരെ കർക്കശമായ കാര്യങ്ങൾ പറയണമെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത്. അതായത് 6 മാസം ഇൻറ്റൻസീവായിട്ട് ഈ ആനയെ നിരീക്ഷിക്കാനായിട്ടൊരു ഫീൽഡ് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ഗുണനിലവാരമുള്ള ഒരു റേഡിയോ കോളർ ഇടണം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഹൈക്കോടതിൻ്റെ അന്തിമ വിധേയമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു നടപടി വരുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഇത്തരം ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വനംവകുപ്പിനോട് സ്വാഭാവികമായിട്ടും അരിക്കൊമ്പൻ്റെ കേസിൽ ചോദിച്ച പോലെ ഇതിനെ എവിടെ തുറന്നു വിടാം എന്നുള്ളതായിരിക്കും പറയുന്നത്. ശരിക്കും അരിക്കൊമ്പനെ പോലെ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ഭയപ്പെടുത്തുന്ന പശ്ചാത്തലം ഈ മോഴയാനയ്ക്കില്ല. കാരണം ഇതിനെ ചെറിയ വിളകൾ തിന്നുന്നു, അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നബാധിത മേഖലയിൽ നിന്ന് ഇതിനെ നാട്ടിലിറങ്ങി നടക്കുന്നല്ലാതെ മറ്റിത് ആൾക്കാരെ കൊന്ന അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ മോഴയാനയ്ക്കില്ല. അതിനെ റേഡിയോ കോളറിട്ട് നിരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിങ്ങനെ കറങ്ങി വന്നത്. അതുപോലെ അരിക്കൊമ്പനെ പോലെ ഒരു ഭയങ്കരമായ ഒരു തീവ്രതയുള്ള ഒരു ആനയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ ഒരു പുതിയ സിറ്റുവേഷനാണ്, അരിക്കൊമ്പനിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ പെരിയാറടക്കമുള്ള മേഖലകൾ ഒരുപക്ഷെ ഇതിന് ഇതിൻ്റെ ഒരു പരിധിയിൽ വരാം. കാരണം നേരത്തെ മറ്റു മേഖലകളിലേക്ക്, വനമേഖലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴുള്ള ശക്തമായ എതിർപ്പ് ഉണ്ടായതാണ്. നമ്മൾ പറമ്പിക്കുളത്തേക്കൊക്കെ വിടാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈക്കോടതി ഇനി ഇതൊരു വനമേഖലകൾ ഏതൊക്കെയും തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യപ്പെടും. അതനുസരിച്ചൊരു സുരക്ഷിതമായ വനമേഖലയിൽ പോകും. അതുപോലെ റേഡിയോ കോളറിട്ട് ഇതിനെ 6 മാസം ഇൻറ്റൻസീവായിട്ട് ഇതിനെ നിരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറടക്കമുള്ള നേരത്തെ വിട്ട പ്രദേശങ്ങൾ തന്നെ ഒരുപക്ഷെ വനംവകുപ്പിന് പരിശോധിക്കേണ്ടി വരും. എന്തായാലും കേരളത്തിലെ വന്യജീവി സംരക്ഷണ കാര്യത്തിൽ ഒരുപക്ഷെ ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അരിക്കൊമ്പൻ്റെ കേസിൽ നമുക്കറിയാം 14 ലക്ഷം രൂപയുടെ കൂട് പണിത് ഇട്ട് അതിലേക്ക് ഇടാനുള്ള ഒരു നീക്കത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുകയും ആനയ്ക്ക് തിരികെ കാട്ടിലേക്ക് പോകാൻ, ഒരുപക്ഷെ കേരളത്തിലെ തമിഴ്നാട്ടിലെ കാട്ടിലേക്കാണെങ്കിലും അവിടെ പോയി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അതുകൊണ്ട് തന്നെ ഇത് വന്യജീവി സംരക്ഷണത്തിൽ ഈ റിപ്പോർട്ട് വളരെ സുപ്രധാനമാണ്. കമലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. കമൽ, ഇപ്പോൾ അരിക്കൊമ്പനുമായി താരതമ്യം ചെയ്യുകയായിരുന്നു ബിജു പങ്കജ. അത്തരം ആളുകളെ ഉപദ്രവിച്ചതോ മറ്റോ ആയ ചരിത്രമില്ല PM2വിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നാലും ബത്തേരിക്കോ സമീപ പ്രദേശങ്ങളിലോ തുറന്നു വിടുകയാണ് എങ്കിൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയേക്കും എന്ന ചെറിയ തോതിലുള്ള ആശങ്കയൊക്കെ ആ മേഖലയിലുണ്ട് എന്നാണ് അറിയുന്നത്. ഇതൊരു എളുപ്പമുള്ള പ്രക്രിയ ആയിരിക്കുമോ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം? മധു, വയനാട് വന്യജീവി സങ്കേതത്തിലോ വയനാട്ടിലെ ഏതെങ്കിലും വനമേഖലയിലോ PM2വിനെ തുറന്നുവിടാൻ എന്ന വനംവകുപ്പ് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ച് ഈ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്ന പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായ സ്ഥലമാണ്. വന്യജീവി സങ്കേതത്തിന് അകത്തുപോലും ജനവാസ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയെ അത്തരത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ തുറന്നു വിടുന്നത് ഒരു റിസ്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ഇത്തരത്തിൽ ആനകളെ പിടിച്ച് മെരുക്കി കുങ്കിയാനയാക്കുന്ന പ്രക്രിയ തുടങ്ങിയത് തന്നെ വയനാട്ടിലാണ്. ഇപ്പോൾ മുത്തങ്ങ എലിഫന്റ് സ്ക്വാഡിലുള്ള വിക്രം, അതുപോലെ വിക്രവും മറ്റൊരു ആനയും, ഈ 2 ആനകളെ, കല്ലൂർ കൊമ്പൻ, വടക്കനാട് കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന 2 കാട്ടാനകളെ വയനാട്ടിൽ നിന്നാണ് വനംവകുപ്പ് പിടികൂടി കുങ്കിയാനയാക്കിയത്. ഈ കല്ലൂർ മേഖലയിൽ വലിയ രീതിയിൽ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കിയ ആനയാണ് കല്ലൂർ കൊമ്പൻ. അതുപോലെ വടക്കനാട് പ്രശ്നമുണ്ടാക്കിയ ആനയായിരുന്നു വടക്കനാട് കൊമ്പൻ. ഇവരെയാണ് പിടികൂടി വിക്രം, ഭരത് എന്നീ പേരുകളിൽ ഇപ്പോൾ ഓപ്പറേഷനുകളിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഈ PM2വിനെയും പിടികൂടിയത്. എന്തായാലും
ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള ഈ ആനകളെ പിടിച്ച് മരിക്കുന്നതിന് പ്രക്രിയ ഇതോടെ അവസാനിക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ കല്ലൂർ കൊമ്പനെ പിടിച്ച സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് വനം വകുപ്പ് സെക്രട്ടറി ആയിരുന്ന മാരാപാണ്ഡ്യൻ തന്നെ ഈ ആനയെ റിലീസ് ചെയ്യണമെന്ന് ഒരു തവണ ഉത്തരവിട്ടു. ഇവിടെ നിന്ന് ലോറിയിൽ കയറ്റി മറ്റെങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിവസം രാത്രി ലോറിയിൽ കയറ്റി വീണ്ടും തിരിച്ചിറക്കി. അപ്പോഴേക്ക് ഉത്തരവ് മാറി. അത്തരത്തിൽ ആ കല്ലൂർ കൊമ്പന്റെ വിഷയത്തിൽ ചില പരിസ്ഥിതി സംഘടനകൾ, ആനപ്രേമി സംഘടനകളൊക്കെ വ്യവഹാരങ്ങൾ നടത്തുകയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് വനം വകുപ്പിന്റെ നിലപാട് തന്നെയാണ് വിജയിച്ചത്. കല്ലൂർ കൊമ്പനെ പിന്നീട് പൊങ്കിയാനയാക്കി ഇപ്പോഴും ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ PM2വിന്റെ കാര്യത്തിൽ ഹൈക്കോടതി എന്തായാലും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ശരി, M കമലും ബിജു പങ്കജുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. PM2വിനെ അരിക്കൊമ്പന്റെ വഴിയെ വളരെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടണം, അതിനു മുൻപ് റേഡിയോ കോളർ ഘടിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് നൽകിയിരിക്കുന്ന വിദഗ്ധ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്.